അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ഇസ്തിഖാമത്ത് എന്താ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാല് ചിട്ടപ്പെടുത്തിയ ജീവിതമായിരിക്കുക എന്ന, ചൊവ്വായ ജീവിതം എന്നൊക്കെ പറയും നമ്മള്. നേരാം വണ്ണം ജീവിക്കുക വലിയ പണിയുള്ള കാര്യമാണ്. ഏതൊന്നിൻ്റെയും മുന്നിലെത്തുന്ന സമയത്തൊരു പതറലുണ്ടാവും. അതിൻ്റെ നേരാം വണ്ണാണ് പോണെങ്കിൽ നല്ല പണിയാണ്. അപ്പോ ഒരു ഇസ്തിഖാമത്തുള്ള ജീവിതം, ഇസ്തഖീമു വലം തുതീഖു എന്ന ഇസ്തിഖാമത്തുണ്ടാവണം. ചൊവ്വായ ജീവിതം നയിക്കും. വലം തുതീഖു, നിങ്ങൾക്ക് കയ്യൂലേക്കാറുന്ന കടിണ്ടല്ലോ. എന്തുകൊണ്ട് വെച്ചാൽ ഇസ്തിഖാമത്ത് ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നാ, അല്ലാതെ വായുവിലൂടെ പറക്കലല്ലാന്ന്. എന്തുകൊണ്ടാ? വായുവിലൂടെ പറക്കാൻ പല രൂപത്തിലും കഴിയുവേ. അതിപ്പോ ഔലിയ എന്ന സ്ഥാനത്തിലേക്കോളൊന്നൊന്നുമില്ല. ഈ മായാജാലക്കാരൊക്കെ പറക്കണ കണ്ടിട്ടില്ലേ? എന്തെല്ലാം കയ്യിൽ നിന്ന് എടുക്കും. ഇതാ അതൊക്കെ കൈക്കടുപ്പം പലയാതി പണിയുണ്ടായില്. പക്ഷെ ഇസ്തിഖാമത്ത് പറഞ്ഞാൽ നേരാ വണ്ണം, ഒരു വളവുമില്ലാത്ത ജീവിതം. എന്തൊരു വിഷയമാണെങ്കിലും അതിൽ എന്താണോ മതപരമായി പറഞ്ഞത് ആ രൂപത്തിൽ പോകും. അപ്പൊ ചിലപ്പോ പട്ടിണി എടുക്കേണ്ടി വരും, ചിലപ്പോ എന്താവേണ്ടി വരും, തിന്നാനും കുടിച്ചാന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇങ്ങനെ പോകുന്ന അതിനെ പറ്റിയാ പറയണത്. അപ്പോ അമ്പിയാക്കൾക്കൊക്കെ ഉള്ള വലിയ മഹത്വമാണ്, ഔലിയാക്കൾക്കൊക്കെ ഉള്ള വലിയ മഹത്വമാണ്. ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുന്നുണ്ട്. ഒരു വലിയന്റെ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്ത് ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ ചൊവ്വായി നിലക്കുക എന്നാണ്. അയാളെ ജീവിതത്തിൽ ഒരു തെറ്റും ഒരു കുറ്റവും ഒരു കറാഹത്ത് പോലും ഇല്ല. ഇതിനാ ഇസ്തിഖാമത്ത് എന്ന് പറയാം. ഒരു തെറ്റും കുറ്റൊന്നുമില്ലാതെ ജീവിക്കാം. ഈ വിജ്ഞാപനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു. സൂറത്ത് ഹൂദിലെയും പല ആയത്തിലുണ്ട്. ഇവിടെ സൂറത്ത് ഹൂദിന്റെ ഒരു കഷ്ണ കൊടുത്ത്, അതാ ഖാലല്ലാഹു തആല ഫസ്തഖിം കമാ ഉമിർത, അങ്ങയോട് കൽപ്പിക്കപ്പെട്ട പോലെ ചൊവ്വാവണം കേട്ടോന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ശയ്യബത്നി ഹൂദ് വഖവാതുഹ, സൂറത്ത് ഹൂദാണ് എന്നെ നിരപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. എത്ര മുടിയാണ് നിരച്ചിരുന്നത്? സുന്നിയാറിനാ മതിയാ. പല അഭിപ്രായമുണ്ട്. 18 മൊത്തം, അങ്ങനെ അഭിപ്രായമുണ്ട്. ഏതായാലും മൊത്തമായിട്ട് നരച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ നരച്ചതിന് എന്തെങ്ങനെയാണ്? ഹൂദ് സൂറത്തിലുള്ള ആ ആജ്ഞാപനം കേട്ടിട്ടാണ് വസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് എങ്ങനെ പറഞ്ഞ അങ്ങനെ കേട്ടോ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളോട് എങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ പോകണം കേട്ടോ. പടച്ചോനെ, വല്ലാത്തൊരു കൽപ്പനയാണല്ലോ അതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്തഖീമു വലം തുതീഖു പറഞ്ഞത്. നിങ്ങൾ കഴിയണമാതിരി നിങ്ങൾ ചൊവ്വായി നിൽക്കണം എന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫസ്തഖിം, നിങ്ങള് ചൊവ്വായി ജീവിക്കുക, കമാ ഉമിർത, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ എന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു ഇസ്തിഖാമത്തുള്ള ജീവിതം ഉണ്ടാവാൻ വലിയ പണിയാണ്. ഉണ്ടാവാനേ വലിയ പണി. ഒരുപാട് സൂക്ഷ്മത പാലിക്കണം. ഒരുപാട് സൂക്ഷ്മത പാലിക്കണം. അങ്ങനെ ഉണ്ടായി കിട്ടിയുള്ള ഗുണമാണ് ഇനി അടുത്തത് പറയുന്നത്. ഒരു മനുഷ്യന് വിശ്വാസിയായി മാറിയാൽ പിന്നീട് ഉണ്ടാകേണ്ട ഇസ്തിഖാമത്ത. ഒന്നാമത് ഉണ്ടാവേണ്ട വിശ്വാസം.
രണ്ടാമതുണ്ടാവേണ്ട ഇസ്തിഖാമത്ത്. അങ്ങനെ ഇസ്തിഖാമത്തുള്ള ഒരു ജീവിതമുണ്ടായാൽ പിന്നീട് പേടിക്കണ്ട എന്നാണ്. ഇസ്തിഖാമത്ത് നിലക്കാൻ ചോദിക്കണം എന്നാ. ഇസ്തിഖാമത്തെ നിലനിൽക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ച് അണു അളവ് തെറ്റാതെ ജീവിക്കാന് വേണ്ടിയുള്ള ദുആ നടത്തുക അല്ലേ. ഖാലതആല അല്ലാഹു തആല പറയ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. സൂറത്ത് ഫുസ്സിലത്ത് എന്താ പറയണത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞു, അഥവാ വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു. റബ്ബ് അല്ലാഹുവാണ്, രക്ഷിക്കുന്നവൻ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പിന്നീട് മുസ്തഖീമായ ഒരു ജീവിതം നയിച്ചു. വളരെ സത്യസന്ധമായ ഒരു ജീവിതം, കളങ്കമില്ലാത്ത ജീവിതം. അങ്ങനെ എന്നാ ഉണ്ടാവുന്ന അവസ്ഥ, ജീവിതം അങ്ങനെ പോയി ആ അവസാന ഘട്ടമാകുമ്പോ മരിക്കണ നേരം വളരെ സുഖമായിട്ട് മരിക്കാൻ കഴിയുന്ന, വളരെ സുഖമായിട്ട് മരിക്കാൻ കഴിയും. ഇവിടെ ഈ ആയത്ത് നേരം മനസ്സിലാവുന്നുണ്ട്, ഇസ്തിഖാമത്ത് ഉണ്ടാവാൻ കുറെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇസ്തിഖാമത്ത് ഉണ്ടായ ദുനിയാവ് സുഖാവൊന്നും വരുന്നില്ല. ഒരിക്കലും അത് വരണ്ട, ചിന്തിക്കും വേണ്ട. അങ്ങനെയാണ് എന്ത് വരണം? നമ്മളിപ്പോ മറ്റേ ആയതിൽ എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു. നിങ്ങൾക്ക് നല്ല മട്ടം കിട്ടുട്ടോ. ഇവിടെ മട്ടത്തിനെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ എന്ത് പറഞ്ഞുള്ളൂ? നിങ്ങൾ ഇസ്തിഖാമത്തുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ മരിക്കണ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താവും? നല്ല ഒരു സെറ്റപ്പ് ഉണ്ടാവുന്ന. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പിശാച് ഏറ്റവും കൂടുതൽ ഈമാൻ തട്ടാൻ ശ്രമിക്കുന്ന ഒരു സമയമാണുള്ളത്. അവിടെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ ആളുണ്ടാവുന്നു. അതാണ് ഇനി പറഞ്ഞോ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ വരും. മലക്കുകളുടെ വരും. എന്നിട്ട് ആ മലക്കുകൾ ഇങ്ങനെ പറയണ വർത്താനം ഇവനുമായിട്ട് ഇങ്ങനെ സംവദിക്കുന്നതാണ് ഇനി പറയണത്. എന്താ പറയാ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഞാൻ പറയണതൊക്കെ അവസാനം വരെ പറഞ്ഞു. നുസുലം മിൻ ഗഫൂരിർ റഹീം എന്ന് പറഞ്ഞല്ലോ, അതുവരെയും അങ്ങോട്ട് പറയും. എന്താ പറയണത്? അല്ലാ തഖാഫൂ, പേടിക്കണ്ടട്ടോ, പേടിക്കണ്ടട്ടോ. വലാ തഹ്സനു, ടെൻഷനാവും വേണ്ട. ഈ ഖൗഫ് ഹുസ്ന്, ഈ രണ്ട് സംഭവം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാകൂല എന്ന് പറയുന്നുണ്ട്. എവിടെ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താ ഖൗഫ് എന്ന് പറഞ്ഞാല്? പേടി അറിഞ്ഞെത്താ. എന്താ പേടി പറഞ്ഞാല്? പറഞ്ഞോളി ഷാനവാസേ, എന്താ പേടി പറഞ്ഞാല്? പേടിയാണ് അറിയില്ല, പേടിയാണ്. കുട്ടികളൊക്കെ പറയില്ല പേടിയാണ്. ഉൾഭയം നന്നാക്കി പറഞ്ഞു. പേടിന്ന് ഞാൻ പച്ച മലയാളം പറഞ്ഞപ്പോ പറഞ്ഞു, ഒന്നും കൂടി നന്നാക്കി. ഉൾഭയം.
ഇനി കുറച്ചുകൂടി നന്നാക്കി ആദി. വരാനിരിക്കുന്ന വിഷയത്തിലുള്ള ആശങ്കക്കാണ് എന്ത് പറയണത്? എന്തുണ്ടാവുക നാവോ അന്നപ്പ ചോദിച്ചിട്ടോ നേരം മുഖ്യോ അന്നെ ഇപ്പൊ ചോദിച്ചിരുന്നു. അപ്പൊ അവന് പേടിയായി. എന്താ പേടി? ഉപ്പ നീ എങ്ങനെ പ്രതികരിക്കും, ഞാൻ എന്തായിരിക്കും പറഞ്ഞെന്തായിരിക്കും കിട്ടാൻ പോണത്? നമുക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി പറയാണ്. വരാനിരിക്കുന്ന വിഷയത്തിലുള്ള ആശങ്ക, അതിനാണ് പേടി പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാകൂലെന്നാണ്. എന്തുകൊണ്ട്? ഓല് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ ആദ്യ ധാരണ ഉണ്ട്. അതിന് പേടിക്കല്ലോ, പേടിക്കല്ല. ഇനി ഹുസ്ന് എന്ന് പറഞ്ഞാൽ എന്താ? ഹുസ്ന് പറഞ്ഞാൽ എന്താ? സംഭവിച്ചതിലുള്ള ആശങ്ക. വാണ്ടില് ഞാൻ പീതിയെ പോയിട്ടല്ലോ ഇവിടെ വീണത്, കാർ ഓട്ടിനോട് പോയാൽ മതി എന്നപ്പോ ഈ വാനടിച്ചില്ലായിരുന്നു. അത് ധാരണയാണ്, അത് ധാരണയാണ്. സംഭവിക്കാനുള്ളത് നമ്മുടെ ഖലായിൽ നേരത്തെ ഉണ്ടായതുകൊണ്ടാണ് അവിടേക്ക് എത്തിയത്. അങ്ങോട്ട് എത്തുമല്ലോ, എത്തുന്നാണ്. അപ്പോ ഇത് രണ്ടും ഔലിയാക്കൾക്ക് ഉണ്ടാവില്ല. വാസ്തവത്തിൽ ഇസ്തിഖാമത്തുള്ള ഒരാൾ ഔലിയാണെന്നാണ് ഇപ്പൊ ഈ പറയണത്. മനസ്സിലാകണ്ട? ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട? ഇസ്തിഖാമത്തുള്ള ഒരാൾ ഔലിയാണ്. അപ്പൊ മലക്കൾ എന്താ പറഞ്ഞ? അല്ലാത്ത ഹാബുജ് പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. വരാനിരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ആശങ്ക വേണ്ടാന്ന് ഇനി ശേഷം പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേടിക്കണ്ടെന്ന് പറയാൻ മാത്രല്ല, പേടിക്കണ്ടെന്ന്. ഇനിയിപ്പോ കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചു എന്ന് സങ്കല്പിക്കാം. ഒരു ചെറിയ എന്തെങ്കിലും കണ്ട് പേടിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്നും കൂടി പേടിപ്പിച്ചല്ലേ? ഓ കടിച്ചുട്ടാ എന്ന് പറഞ്ഞൊന്നും കൂടി പേടിപ്പിക്കുക അല്ല. അത് കടിച്ചില്ലട്ടോ, അതാണ് പോട്ടോ, അടക്കെ പോണ്, അങ്ങനെ പോകണ്ട പോയില്ല, അങ്ങനെയാണ് പോയി അതിന്റെ കുടിക്ക് പോകട്ടോ, അതിന്റെ കുടിക്ക് പോയി. ഇനി വരില്ല കേട്ടോ, ഇനി വരുമൊന്നുമില്ല, കഴിഞ്ഞ്. ഇനി അതേ പോകാൻ കുട്ടിക്ക് പേടി ഉണ്ടാവില്ല. മറ്റേന്താ പറയും? കടിച്ചുട്ടാ, അവിടെ ഇറങ്ങരുതിട്ടാ. അതോടുകൂടി എന്തായി? ജീവിതത്തിൽ ആ കുട്ടി ഭീതിയില്ല. എന്നും എല്ലായിടത്തും ഇതിങ്ങനെ കാണും. അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ ആലോചിച്ചോക്കാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നടന്നു പോകുമ്പോ ഒരു പാമ്പിനാണ് ചവിട്ടി. നഞ്ഞി അവിടേന്ന് മാത്രല്ല, ചവിട്ടിനോടത്തൊക്കെ ഉണ്ടോന്ന് തോന്നൂലേ? ഒന്നുമല്ലോ. എന്താ കാരണം? അതിനെക്കുറിച്ചുള്ള അത് എന്തൊക്കെ പാടായെന്നുള്ളൊരു ബേജാറ് കടന്നുകൂടിയിട്ടുണ്ട്. അത് തീർക്കണം. ഇക്കട്ടെ. അപ്പോ മലക്കുകൾ പറയാണ്, അല്ലാ തഖാഫു, നീ പേടിക്കണ്ട, വലാ തഹ്സനു, നീ ടെൻഷൻ ആകും വേണ്ട. ഇനി അവിടെ എന്താവും, ഇവിടെ എന്തായിട്ടുണ്ടാവും, മറ്റേതിപ്പോ ഞാൻ വെച്ചു പോകുന്നെന്തായിന്ന് ആലോചിക്കണ്ട. ഇനി പറയണത് നേരെ അങ്ങോട്ട് കടന്നു വാ, ബിശ്റൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ എന്നാണ്. അവിടെയാണ് മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുക്കുന്നത്. രണ്ടും കാണിച്ചു കൊടുക്കുന്നതാണ്. മരിക്കണ നേരത്തെ സ്വർഗം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും ഇവർക്കൊക്കെ. ആർക്ക്? ഇസ്തിഖാമത്തുണ്ടായ ആൾക്കാർക്ക്. മറ്റവർക്ക് ആദ്യം എന്താവും? സ്വർഗം ഒന്ന് കാണിച്ചു കൊടുക്കും. പക്ഷെ അത് മാറ്റിയിട്ട് വരുന്നത് എല്ലാം എനിക്ക് ഇപ്പൊ ഓൾറെഡി ഉള്ളത്, തയ്യാറായത് മറ്റേതാണ് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ്, മനസ്സിലുണ്ടോ? അപ്പൊ പറയും അബ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. അല്ലത്തി കുന്തും തുഅദുൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാകുന്നു. ഇനി പേടിക്കണ്ടെന്ന് പറയാന്ന് മാത്രല്ല, ഞങ്ങൾ എല്ലപ്പോഴും ഒപ്പുണ്ടാവും കേട്ടോന്ന്. ഇത് നമ്മളെല്ലാരോടും ചെയ്യേണ്ടതാണ്. മലക്കൾ പറഞ്ഞിട്ട് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിൽ ഞങ്ങൾ നിന്റെ സഹായിയായിരുന്നു. നിങ്ങളുടെ പറഞ്ഞ എല്ലാവരോടും ആയിട്ടാണ്. വഫിൽ ആഖിറത്തി, ആഖിറത്തിലും നിങ്ങളുടെ സഹായിയാകുന്നു. ദുനിയാവിൽ സഹായിക്കാണ്ടായോടത്തൊക്കെ ഞങ്ങള് ആഖിറത്തിലും നിങ്ങളെ കൂടെ സഹായിയായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ടട്ടോ, ടെൻഷൻ ആവണ്ടട്ടോ. അതേനെ നമ്മളോടിപ്പോ ഒരാളൊരു സങ്കടമോ വിഷമോ പറഞ്ഞാൽ നമ്മളെന്താ പറയാ? എന്നോട് ആരിപ്പോ അതിനൊക്കെ ഇടപെടാൻ പറഞ്ഞത്? എന്താ എന്റെ കഥ, ഇനി എന്താ കാട്ടുക? എനിക്കൊന്നും അറിയണില്ല. അപ്പൊ അത്രയും കൂടി വിഷമമായി. ആദ്യം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കുറച്ചും കൂടി ചെന്ന കുട്ടി കൊടുത്തു. ഇത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ സമാധാനപ്പെടുക എന്ന് പറയാൻ കഴിയണമെന്ന്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. പരിഹാരമില്ലാത്ത എന്താ? ഒന്നുമില്ലല്ലോ. പരിഹാരമില്ലാത്ത ഒന്നുമില്ല എന്ന് പറയണം.
ഉണ്ടോ? അതാ ഒരു സാന്ത്വന വർത്തമാനം നമ്മളിൽ നിന്നുണ്ടാവണം. എന്നിട്ട് മലക്കൾ പറഞ്ഞതാണ് വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് മാ തശ്തഹീ അൻഫുസുക്കും, നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കുന്നതൊക്കെയും ഉണ്ടാകും. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടണ ലോകം സ്വർഗം മാത്രമേ ഉള്ളൂ. സ്വർഗം മാത്രമല്ല, ഈ ദുനിയാവിന്റെ സ്ഥിതി അനുസരിച്ച് ആഗ്രഹിക്കണ മുഴുവൻ കിട്ടൂല. നിങ്ങളിപ്പോ ഒരു വലിയ മുതലാളിപ്പാര ഇന്ത്യയിലെ വലിയ മുതലാളിപ്പാര ആയിക്കോട്ടെ, അയാളോട് പോയിട്ട് ചോദിക്കണ അയാളെന്ന് ഞാൻ ഇവിടെയും കൂടി ചെറിയ സംരംഭം തുടങ്ങണം എന്ന് ചെറിയ ആഗ്രഹമുണ്ട്, അത് നടന്നിട്ടില്ല, അതും കൂടി നടക്കണം എന്നുണ്ട് അറിയും. അല്ലെ ഇപ്പൊ എന്താ ഇന്ത്യയിലായിട്ടുള്ളൂ, എനിക്കെന്ത് വേണം, ലോകത്ത് ഇത്രയും സാധനമില്ല, ഒന്നും കൂടി കയറുന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയും. ഇത് മതി, തന്നെ പേറേണെന്നൊന്നും ആരും പറയില്ല. അപ്പൊ ഇവിടെ തീരൂല. എന്നാ അവിടെ അങ്ങനെയല്ല, തീരേണ്ട പ്രശ്നമില്ല. എന്താണോ ഇച്ഛിക്കുന്നത് അതൊക്കെയും വരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിലൂടെ പക്ഷി ഇങ്ങനെ പറന്നു പോകുമ്പോഴേ ഒരാൾക്ക് തോന്നുകയാണ് അതിനൊന്ന് വേവിച്ച് തിന്നായിരുന്നു എന്ന് വിചാരിച്ചാ മതി. ആ സ്പോട്ടിൽ അതെന്തായിട്ടുണ്ടാവും, അവിടെ വേവിച്ച് പിന്നെ ശവായായിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവുന്ന. എന്നിട്ട് അത് തിന്ന് അതിൻ്റെ ആ തോലും എല്ലാം കണ്ടിരുന്നോട് കൂടെ ഒരൊറ്റ പറക്കലാണത്. വീണ്ടും അത് അതിന് പണിക്ക് പോയി. അതുകൊണ്ട് സ്വർഗമൊക്കെ വാരിതാണ്, വെറുതല്ല. അവിടെ അധ്വാനിക്കേണ്ടതില്ല. മനസ്സിൽ നനക്കുന്നതൊക്കെയും ചിന്തിക്കുന്നതൊക്കെയും ഉണ്ടാകുന്ന സ്ഥലമാണ് എന്ന്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ അതവലക്കും അംഫുസുക്കും, നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, രണ്ടോടത്തും വലക്കും ഫീഹാ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. മാ തദ്ദഊൻ എന്ന് പറഞ്ഞാൽ മതി. അല്ല, വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അവിടെ കിട്ടും. ഇച്ഛിക്കാന്ന് മാത്രമല്ല, ചിന്തിക്കുന്നതൊക്കെയും ഉണ്ടാകും. ഇതെല്ലാം നുസ്ലൻ വിരുന്നായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ഇസ്തിഖാമത്ത് ചെയ്തതിനുള്ള ഒരു വിരുന്നായിട്ട് പഠിച്ചു. എന്താ വിരുന്ന് പറഞ്ഞാല്? വിരുന്ന് എന്ന് പറഞ്ഞാ എന്താ? വിരുന്ന് എന്ന് പറയണത് ഏതാ? ഒരാളെ ആദരിച്ച് കൊടുക്കുന്നതിനാണ് വിരുന്ന് അറിയാം. ഒരാൾ പണിക്കന്ന് ചായ കടയിൽ നിന്ന് അതിപ്പോ എന്തല്ല വിരുന്നൂട്ടിയതാവൂല, ആണോ? അല്ല, പണിക്കന്നോട് ചായയും കടി കൊടുത്തു, ഇത്രയേ ഉള്ളൂ. എന്നാ വിരുന്നുകാരൻ വരുന്നതോ, നമ്മളിപ്പോ ഒരാള് വീട്ടിലേക്ക് വന്ന അയാൾക്ക് എന്താ പരമാവധി ആളെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ വിഭവം കൂട്ടും അല്ലേ? അങ്ങനെയാണ് ആൾക്കനുസരിച്ചൊക്കെ കൂട്ടും. ഈ കൂട്ടാൻ മാനദണ്ഡം എന്താ? അയാൾ നമ്മളിലേക്ക് വന്നു തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇക്രാമുല്ലൈഫ് വലിയ പുണ്യാണല്ലോ അല്ലേ? അതിൽ വലിയ മികച്ച ആളായിരുന്നു ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? അവര് വന്നപ്പോ എന്ത് ചുട്ട് കൊണ്ടുവന്നില്ലേ? ആടനെ ചുട്ട് കൊണ്ടുവന്നു. ഈ ചുടലൊക്കെ മുമ്പേ ഉണ്ട് കേട്ടോ, പക്ഷെ ഈ ആദ്യം ചുടലുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ ഈ ചുടലുണ്ടായിട്ടില്ല, അന്ന് ചുടലുണ്ടായിരുന്നു. അറബികൾ ചുടുന്ന ചുടലുണ്ടല്ലോ, ആ ചൂടല്ലാണ്. ചുട്ട് തിന്നണം. അതിന്റെ എന്താവും, പറ്റാത്തൊക്കെ വെന്ത് പോയിട്ടുണ്ടാവും, ബാക്കി ഉണ്ടാവും. നമുക്ക് പോഷകങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവും. അതാ ഉണ്ടോ, അവിടെ ഉണ്ടാവും എന്ന. അപ്പൊ വിരുന്നൊരുക്കുക എന്നാണ് വലിയ സംഭവമാണ്. വിരുന്നൊരുക്കുക. നുസ്ലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ റബ്ബിൽ നിന്നുള്ള വിരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടോന്ന് ആര് പറയാ? മലക്കുകള്. ഇത് മരിച്ചിട്ടാണോ പറയണത്? നിങ്ങൾ ആ രംഗൊന്ന് ആലോചിച്ച് നോക്കാണ്. ശ്രദ്ധിച്ചില്ല, ഇത് മരിച്ചിട്ടാണോ പറയണേ? എന്താ നിങ്ങൾ എവിടെ ഉള്ളത്? മരിച്ചിട്ടല്ല പറയണത്. എപ്പോഴാ? അതെ, അവര് മരണ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബശ്ശിറൂ ബിൽ ജന്ന, ആ കാണുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. പിന്നെ ഇതിനെ സ്വർഗത്തിന്റെ ഫോട്ടോ കാണാൻ നിൽക്കണ്. ഒരു മനുഷ്യന് ഈ ദുനിയവിയായ ബന്ധങ്ങൾ, ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം നിങ്ങള്. ദുനിയവിയായ ബന്ധങ്ങൾ കുറയും തോറും അവന് ആഖിറം കാണാൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന,
മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് എന്തല്ലേ ആരിഫീങ്ങളൊക്കെ അപ്പുറം കാണുന്ന. എന്തുകൊണ്ട്? ഓലി ദുനിയാവിനെ കുറിച്ച് ആലോചിക്കണില്ല, ഇതിന്റെ ബന്ധങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് അവര് പരമാവധി കാണുന്നത് പലതുമാണ്, അപ്പുറാണ്. ഇതിപ്പോ നമ്മളൊക്കെ പറഞ്ഞപ്പോ എന്തായാലും ഉൾക്കൊള്ളാൻ അത്ര തന്നെ സ്ട്രോങ് ഉണ്ടായില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു, ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തെ ബന്ധം വിട്ട് വേറെ ഏതോ അദൃശ്യമായ ഒരു ലോകത്തോട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ഉൾക്കൊള്ളാണ്ട്. ഇനി ആ കട്ടിങ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായി. പത്രമായിട്ട് ഇംഗ്ലീഷ് പത്രത്തിന്റെ. നമ്മളും പറയില്ലേ, നിങ്ങൾക്കൊക്കെ അനുഭവം ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? അനുഭവം ഇല്ലേ? ചിലപ്പോ ഈ നമ്മളൊരാളെടുത്ത് ചെന്നാലേ അയാളെന്താവും കുറെ കാര്യങ്ങൾ പറയും, നമുക്ക് എന്താ മനസ്സിലാവൂല. അവര് വരുന്നുണ്ട്, ഇവര് വരുന്നുണ്ട്, അത് വരുന്നു, ഓരതാ ഇവരതാ. അപ്പൊ നമ്മൾ പറയും കൊട്ടാമാർക്ക് പോകണം, നമ്മ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യണ്ട്, എന്തൊക്കെയോ വിളിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉസ്താദേ, കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാ വിളിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഇടയ്ക്കുള്ളേനും നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലേ? ഇന്നോട് ഇപ്പൊ ഒരുപാട് ആള് പറഞ്ഞു, ഞാൻ കണ്ടു ചെയ്തിക്കണം. അങ്ങനെ ചിലപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞിടക്ക് ഇങ്ങനെയാണ്, അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും, എന്താ ആരാ എന്നൊക്കെ പറയും. ചിലപ്പോ അതൊക്കെ പറയും ചെയ്യും, എന്താ ആരാ. ചിലപ്പോ എന്താവും നോക്കി ചുരുക്കും. അപ്പൊ നമ്മളൊരു നല്ല ചന്നിയുണ്ട് ഇപ്പോ. നമുക്ക് ചന്നിയാണ്, പിന്നെന്താ കാട്ടണേ? ചന്നിയാണെങ്കിൽ മനസ്സിലായില്ല, മാനസിക പ്രശ്നം ഉണ്ടെന്നേ. വാസ്തവത്തിൽ അതല്ല. ഈ ലോകത്തോടുള്ള ഇങ്ങനെ വിട്ടുപോകുമ്പോ പരലോകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മരിക്കാനാവുമ്പോ ശരിക്കത് കാണുന്നതാണ്. കാണേ അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാൻ ബാക്കി തെറ്റ്. അള്ളാഹുവിന്റെ വിരുന്നുണ്ട് എന്ന് സന്തോഷവാർത്ത ബിശാർത്ത് പറയാറ്, സന്തോഷ വാർത്ത അറിയിക്കാറ്. അത് കേട്ടിട്ടാണ് മരിക്കാൻ കഴിയും. ഇസ്തിഖാമത്ത് വേണം എന്നാണ്. ഇസ്തിഖാമത്തിന് വലിയ പണിയാണ്, വലിയ പണിയാണ്. പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും മുമ്പിൽ. ഇപ്പൊ നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോയി പെടും, എന്നാ നിസ്കരിക്കുക എന്നാ നോക്കാം. ഇനിയിപ്പം മടിയാണ് പടക്കാൻ നിസ്കരിക്കാൻ. നമ്മളെ പെണ്ണുങ്ങൾ കുറെ ആൾക്കാർ നിസ്കരിക്കാതിരിക്കുന്ന മടിയോണ്ടാ. ഞാനിപ്പടെ പർദ്ദി മുതൽ കല്യാണത്തിന്റെ പിന്നെ ഓഡിറ്റോറിയം നിസ്കരിച്ചല്ലേ. ഇപ്പൊ ഓഡിറ്റോറിയക്കാർ അതും കണ്ടുപിടിച്ചിട്ട് ചെറിയ റൂം നിസ്കരിക്കാടും. നിസ്കരിച്ചോണ്ടായിട്ടൊന്നല്ല പതി. ഞാൻ അറിയണ്ടെങ്കിൽ ആയിക്കോട്ടെ, ആ ഓഡിറ്റോറിയം നിസ്കരിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട് അറിയാനാ. ഇനി ഇല്ലെങ്കിൽ നിസ്കരിച്ചൂടെ? ഇല്ലെങ്കിൽ നിസ്കരിച്ചൂടെ? ഇവിടെ മൂലൊക്കെ പേപ്പർ ഇട്ട് കാണും, നിസ്കരിക്കണം. ചെയ്യോ? മടിയാ. എന്നെ പറഞ്ഞ ഇസ്തിഖാമത്തിന് വലിയ പണിയുണ്ട്. പോട്ടെ, പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നു വേണ്ട. നമ്മളെന്തായിരിക്കും സ്ഥിതി? നമ്മളിപ്പോ പോയ എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഇതിലൊന്ന് നിസ്കരിച്ചാൽ മതി. അപ്പൊ എരി പോയിട്ട് ഒന്നിച്ചാണ് നിസ്കരിച്ചാറ് അല്ലേ? ചിന്ത അതല്ലേ വരുന്നത്. ചിലപ്പോ നാലാള് പറയുമ്പോ എളുപ്പമാണ് നിസ്കരിക്കുക, ആ പള്ളിയൊക്കെയാണ് പോവാന്നൊക്കെയാണ് പറഞ്ഞു തരും. പക്ഷെ ആയ ഉടനെ നിസ്കരിക്കണം എന്ന് അല്ലേ? നമ്മളങ്ങനെ മനുഷ്യനെ കണ്ടിട്ട് പോന്നതല്ലേ. സമയമായി എന്ത് പരിപാടിയാണെങ്കിൽ ക്ലോസ് ചെയ്തല്ലോ. ഇനി ഏതാ? നിസ്കാരം കഴിയട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് മതിയെന്നാണ്. ബാങ്ക് കൊടുത്തില്ലേ? ബാങ്ക് കൊടുത്ത നിസ്കരിക്കുക എന്നാ പറയല്. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പ്രത്യേകത അതായിരുന്നു. ബാങ്ക് കൊടുത്ത എന്താ പറയും? നിസ്കരിച്ചിട്ട് നിസ്കരിക്കാറ്. അത് എവിടെയാണ്? ഇവിടെ നിസ്കരിച്ചാൽ പോരെ, ആണ് പേപ്പറാണ് വിരിച്ചാൽ പോരെ, ആണ് നിസ്കരിച്ചൂടെ? അങ്ങനെ പല സ്ഥലങ്ങളിലും മീറ്റിംഗ് നടക്കുന്നതൊക്കെ എന്തായിട്ടുണ്ട്, പേപ്പർ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. നമ്മളേനല്ല ഇപ്പൊ സമ്മേളനത്തിന് റോഡ് നിസ്കരിച്ചിരിഞ്ഞ അല്ലേ? ജാമ്യാനൂരിയുടെ സമ്മേളനത്തിന് റോഡ് നിസ്കരിച്ചവരല്ലേ അപ്പൊ നമ്മളൊക്കെ. കടപ്പുറത്ത് പോയി കടപ്പുറത്ത് സ്കെച്ചോരല്ല അപ്പൊ നമ്മളൊക്കെ റോട്ടുമൊക്കെ സ്കെച്ച് കിട്ടിയത്. അന്ന് നമുക്ക് പത്രം വെച്ച് സ്കെച്ചാൻ പറ്റുന്നു, കല്യാണത്തിന് മറ്റേ പോയെടുത്ത് പറ്റൂല എന്നുണ്ടോ? അവിടെ ഇപ്പൊ എല്ലാരും ചെയ്യേണ്ടതാണ് പ്രത്യേകത. അപ്പൊ എല്ലാവരും റോട്ടുമേ സ്കെച്ച്, അപ്പൊ നമുക്ക് പറ്റും. അപ്പൊ നമുക്കൊരു ഇസ്തിഖാമത്തൊന്നുമില്ല. എല്ലാരും ഒഴുകേണ്ട ആ കൂട്ടത്തിൽ ആണ്ടൊഴുക, അതൊക്കെ ഗിട ഒഴുകണിച്ച് നമ്മൾ ഗിട ഒഴുക. എത്ര അതുള്ളത് ഇസ്തിഖാമത്ത് അറിയാവുന്നല്ല. അവനവൻ പോണ റൂട്ടിന് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാണ്ടോ? അതുകൊണ്ട് അന്ന് പറഞ്ഞത് ഇസ്തിഖാമത്തുണ്ടായാൽ, ചൊവ്വായ ജീവിതം നയിച്ചാൽ, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ.
ഇസ്തിഖാമത്തുണ്ട്. നേരത്തെ പറഞ്ഞതാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയും ദുഃഖവും ഉണ്ടാവുകയില്ല. മാത്രമല്ല ഉലൈക അസ്ഹാബുൽ ജന്ന, വാസ്തവത്തിൽ അവരാണ് സ്വർഗവാസികൾ. ഖാലിദീന ഫീഹാ, അതിലവര് ശാശ്വതരുമാകുന്നു. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ട്, ഇസ്തിഖാമത്ത് ചെയ്തതിന്റെ പ്രതിഫലമായിട്ടാണ്. അപ്പോ ഇസ്തിഖാമത്ത് വേണം, ചൊവ്വായ ജീവിതം നയിക്കണം എന്നാണ്. അതിന്റെ ആയത്തുകളാണ് ഇതേവരെ പറഞ്ഞത്. ഞാൻ 2-3 ആദ്യ ദിവസം കൂടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പെട്ടെന്ന്.